കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മന്ത്രിമാർക്ക് 4 ദിവസം തങ്ങളുടെ വകുപ്പ് എന്താണെന്ന് അറിയാൻ മേലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, നാഴികയ്ക്ക് 40 വട്ടം മതേതരം എന്ന് പറയുന്ന കോൺഗ്രസും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കഴിഞ്ഞ 3 ദിവസക്കാലം ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ വീതം വെക്കുന്നതിലാണ് ഇന്ന് ഉച്ചവരെ ഈ തടസ്സം നേരിട്ടത്. നമുക്കറിയാം, ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും അതുപോലെ ചില സമുദായങ്ങളുമായി നടത്തിയ തർക്കമാണ് ഇന്ന് ഈ സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നത്. 4 ദിവസം മന്ത്രിമാർ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവർക്ക് ഏത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണമെന്ന് പോലും അറിയാൻ മേലാതെ കേരള ചരിത്രത്തിൽ ഇന്ന് വരെയും ഇല്ലാത്ത ഒരു പ്രത്യേകത, 4 ദിവസം മന്ത്രിമാർക്ക് അവരവരുടെ വകുപ്പുകൾ ഏതാണെന്ന് അറിയാൻ മേലാത്ത സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു ഏറ്റവും മതേതരത്വമാണ്, മതേതര മന്ത്രിസഭയാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ വീതം വെച്ച കേരളത്തിലെ ആദ്യ മന്ത്രിസഭയാണ് ഇത് മുമ്പും ജാതി മതം ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 4 ദിവസം വകുപ്പ് ഏതാണെന്ന് അറിയാൻ മേലാത്ത ദയനീയ സാഹചര്യം കേരള സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് വി.ഡി. സതീശൻ മന്ത്രിസഭയാണ്. ഇത് പറയുവാൻ ഇത് അങ്ങേറ്റം നാണക്കേടാണ്, അപമാനമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പറയാനാണ്. ഈ പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത് എന്നൊക്കെ സഭകൾ ആവശ്യപ്പെട്ടിരുന്നു, NSS ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ എല്ലാം ആവശ്യങ്ങൾ അവിടെയെല്ലാം വീതം വെപ്പ് നടന്നല്ലോ. വളരെ കൃത്യമായ വീതം വെപ്പുകൾ നടന്നിട്ടുണ്ട്. അത് ഓരോ വകുപ്പുകളും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ ഓരോ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇപ്പോൾ ഫിഷറീസ്, ഇതെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ മതേതരത്വം എന്താണ് എന്നുള്ളത് കാണാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പ്രീണനം എന്താണ് എന്നുള്ളത് കേരള സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും. സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്ക് പോലും സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ മതവും അച്ഛന്റെ പേരും പറയാൻ പറ്റിയാത്ത സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അതായത് നമുക്ക് പറയാനുള്ളത് അതൊക്കെ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ അച്ഛന്റെ പേര് പറയാൻ സന്തോഷമാണ്. ഞാൻ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ്. എന്താ കുഴപ്പം? സ്വന്തം അച്ഛന്റെ പേര് പറയാനുള്ള സാഹചര്യം പോലും ആ പാർട്ടിക്കകത്ത് അത് വിമർശിക്കപ്പെടുകയാണ്. സ്വന്തം അച്ഛന്റെയും സമുദായത്തിന്റെയൊക്കെ പേര് പറയുന്നതിനെ വിമർശിക്കുന്ന സാഹചര്യം ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലേക്കാണ് ഇവിടുത്തെ മതേതരത്വം പോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. 2 പ്രധാന പ്രഖ്യാപനങ്ങൾ, അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സൗജന്യ യാത്ര, ഇന്ന് കേരളയിൽ പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ജനകീയമായിട്ടുള്ള നിലപാട് പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ വനിതകളുടെ സൗജന്യ യാത്ര ബംഗാളിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാം, അതാത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലയൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഈ നിലപാട് കേന്ദ്ര സർക്കാർ എന്നേ പറഞ്ഞാൽ ഇത് പ്രായോഗികമല്ല എന്നും കേരളയിൽ നടപ്പിലാകാത്ത പദ്ധതിയാണ് എന്നേ പറഞ്ഞത് BJP ആണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ശരി വെച്ചു എന്നുള്ളതാണ്. ഒരിക്കലും പ്രായോഗികമല്ല. അത് 6 ലക്ഷം കോടി രൂപ കടന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഒരു ഹൈ സ്പീഡ് കൊറിഡോർ എന്നല്ല. അത് പ്രായോഗികമായി ചിന്തിക്കാൻ ഇതിന്റെ പേരിൽ കുറെ തട്ടിപ്പുകൾ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചതെന്നല്ലാതെ അപ്പുറത്തേക്കൊന്നും നടന്നിട്ടില്ല. അത് അന്നേ BJP ഇതിനുള്ള നയം വ്യക്തമാക്കിയാണ്. മാനസികരെ പറയാൻ ജയിപ്പിച്ചാൽ ഒരു മന്ത്രി പറയുന്നുണ്ടാവുന്നൊക്കെയായിരുന്നു ഈ വിഷയം വന്ന പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞത്. അദ്ദേഹത്തെ ചവിട്ടുന്നൊരു പുറത്താക്കുന്നൊരു അല്ല. ഇവര് പറഞ്ഞ ഒന്നാമത്തെ കാര്യം മുതൽ എടുത്തു നോക്കിയോ. ഇപ്പോ ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കുന്നു പറയും. അത് തിരിച്ചിട്ടു 12 ആക്കി. ഇപ്പോ പാലായിൽ വന്ന് വോട്ട് മേടിക്കുമ്പോൾ VD സതീശൻ അങ്ങോട്ട് പോയ കാറിലല്ല ഇങ്ങോട്ട് വന്നെന്ന് പറയും. അങ്ങോട്ട് പോയ കാറിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, പോരാൻ പറ്റില്ല. അതെ, അത് ഏതോ മുന്നണിയിലെ കോട്ടയത്ത് തന്നെയുള്ള ഏതോ മുന്നണിയിലെ ആളുകൾ ചവിട്ടിന്നാണ് പറഞ്ഞത്. ആരാ ചവിട്ടിയത് നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും പറഞ്ഞ വാക്ക്, ജനങ്ങളോടൊരു വാക്ക് പറഞ്ഞല്ലേ വോട്ട് മേടിച്ചു. ഈ മാണിസിക്കാപ്പന് മന്ത്രിയാകില്ല എന്നുണ്ടെങ്കിൽ പാലായിൽ നിന്ന് ഒരിക്കലും ജയിക്കും. ഫലം ഇതാവുമായിരുന്നില്ല. അപ്പം പാലായിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്.